ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നിവിടെ കൂടുന്നതിന് ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നു. കത്തീഡ്രൽ സഭയായിട്ട് 11 വർഷത്തിലധികം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രസംഗിക്കുന്നതിനും ആരാധനയിൽ പങ്കെടുക്കുന്നതിനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പങ്കുവെക്കുന്നതിനും നമുക്ക് സാധിച്ചു. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ ആലയം നശിപ്പിക്കപ്പെട്ടു. രാത്രിയുടെ മറവിൽ വളരെ നിന്ദ്യമായ രൂപത്തിൽ തന്നെ ആ സഭാ മന്ദിരം നശിപ്പിച്ചു കളഞ്ഞു. ഞങ്ങൾക്കൊരു സ്ഥലവും ആരാധിക്കാനില്ലാതിരുന്ന സാഹചര്യത്തിൽ പുതിയ ബിഷപ്പ് വന്നപ്പോൾ വിമൻസ് ഹോസ്റ്റൽ അതിനകത്തുള്ള ചാപ്പൽ തുറന്നു തരികയും അവിടെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്തു. അതിന് ബിഷപ്പിൻ്റെ അനുമതി പത്രവും ഞങ്ങളുടെ കൈവശമുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ഭരണസമിതി വീണ്ടും വന്നപ്പോൾ ആരാധിക്കാൻ പാടില്ല, അതിനകത്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ പെരുവഴിയിലാക്കിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ വിപ്ലവം ഉണ്ടാക്കാൻ വന്നതല്ല, ഞങ്ങൾക്ക് പാടി പ്രാർത്ഥിക്കണം, അത് ഞങ്ങളുടെ അവകാശമാണ്. ആ അവകാശത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ വീണ്ടും അപേക്ഷിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്ന് പാടി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടുന്ന് പിരിയാനും ആഗ്രഹിക്കുന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് 16ാമത്തെ പാട്ട് പാടി ആരംഭിക്കാം. 16ാമത്തെ പാട്ട്. ദയൻ യഹോവാ പിതാവാ, ഒന്നും എനിക്കു കുറഞ്ഞു വരാം. എന്നെ അവൻ തൃണമുള്ളതാലേ എന്നും മേയിച്ചിടുന്നു പരൻ. എന്നിടയൻ യഹോവാ പിതാവാ, ഒന്നും എനിക്കു കുറഞ്ഞു വരാം. ശാന്തജലത്തരികിൽ കിടത്തി താന്തിരിക്കുന്നതിനാത്മനെയും തൻ തിരുനാമമുഖാന്തരം താൻ സന്തതം നീതിയിൽ നടത്തുമെന്നേ. എന്നിടയൻ യഹോവാ പിതാവാ, ഒന്നും എനിക്കു കുറഞ്ഞു വരാം. കർത്തനെന്നോടു തൻ കോൽവഴിയും നിത്യമെന്നാത്മനാശ്വാസജയം. മൃത്യുവിൻ താഴ്വര ദുർഘടവും സത്യമായി ഞാൻ ഭയപ്പെടുകയില്ല. എന്നിടയൻ യഹോവാ പിതാവാ, ഒന്നും എനിക്കു കുറഞ്ഞു വരാം. ശത്രുക്കൾ കാൺകെയെനിക്കു പരൻ സദ്യവൊരുക്കിയാനന്ദ തൈലം. വാർത്താഭിഷേകം ചെയ്യുന്നുവല്ലോ, മനമതിലാനന്ദം കവിഞ്ഞിടുന്നു. എന്നിടയൻ യഹോവാ പിതാവാ, ഒന്നും എനിക്കു കുറഞ്ഞു വരാം. എന്നിക വാഴ്ചയിൽ നന്മ കൃപ എന്നുമേ പിന്തുടരും നിജമേ. ഉന്നതനിൽ അവനെ സതതം എന്നോടെ വാസമായിടുവാമേ. എന്നിടയൻ യഹോവാ പിതാവാ, ഒന്നും എനിക്കു കുറഞ്ഞു വരാം. ഈ സമയത്ത് 14ാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. 14ാം സങ്കീർത്തനം. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു.
അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവരാരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തതായി തീരുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എന്റെ ജനത്തെ തിന്നു കളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവരുടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ. നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു. എന്നാൽ യഹോവ അവന്റെ സങ്കേതമാകുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും പുതുമക്കാർ നമ്മൾ കാണും. ഇപ്പോൾ ലേഖനഭാഗം വായിക്കുന്നു. വായിക്കാനായി നൽകിയിട്ടുള്ള പഴയ നിയമ ലേഖന ഭാഗം 1 യോഹന്നാൻ 5-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 5-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയുന്നു. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഏത് അനീതിയും പാപമാകുന്നു. മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അനീതിയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളും. വാശിയൊക്കെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവൻ വളർന്ന നസ്രത്തിൽ വന്നു. ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരെ തിരികെ കൊടുത്തിട്ടേയിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവർ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യവാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവിടെ സുവിശേഷ ഭാഗം അവസാനിച്ചു. ഈ സമയത്ത് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വണക്കാം. ഈ സമയം ശ്രീമാർ സ്പീക്കർ പ്രാർത്ഥനയിൽ വഴി കർത്താവെ സ്തോത്രം 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 സ്തുതിക്ക് നോക്കാം. വിശുദ്ധ ദിവസത്തിൽ കർത്താവെ പരിശുദ്ധ ആരാധനയ്ക്ക് ഞങ്ങൾക്കൊരു ദേവാലയത്തിൽ ആരാധിക്കേണ്ടതിന് പകരം കർത്താവെ ഈ പുറം സ്ഥലത്ത് ദൈവമേ അന്യരി ഒരു അവകാശികളുമല്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവമേ അങ്ങൊരു അവസരം തന്നതിനായി സ്തോത്രം കർത്താവെ. യേശോപ്പ മിഷണറിമാരാൽ അടിസ്ഥാനമിട്ട് ത്യാഗപൂർണമായ വിശ്വാസത്തിലൂടെ വളർന്നു വന്ന ഈ ആത്മീയ പ്രസ്ഥാനത്തിൽ ഇന്ന് കർത്താവെ ആത്മീയമായും സാമ്പത്തികമായും ഉന്നതിയിൽ നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ ദൈവാലയമില്ലാത്തവരായി കർത്താവെ ഞങ്ങളൊരു അന്യരായി
നേതൃത്വത്തിൻ്റെ ആട്ടിപ്പായ്ക്കലുകൾക്ക് വിധേയരായി കർത്താവെ ഞങ്ങൾ ഇന്ന് പെരുവഴിയിലായിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് ഈ നേതൃത്വത്തിന് മനസ്സിൽ ഉണ്ടാകുവാൻ കഴിയണമേ കർത്താവെ. ദൈവമേ, ദൈവകൃപയുള്ളൊരു നല്ലൊരു നേതൃത്വം ഉണ്ടാകുവാൻ ഓരോ ജനങ്ങളിലും കർത്താവെ ദൈവഭയം കൂടുതലായി ഉണ്ടാകുവാനും വിശ്വാസത്തിൽ വളരുവാനും ദക്ഷിണ കേരള മഹായിടവകയെ ആത്മീയമായി കർത്താവെ അനുദിനം വളർത്തണമേ. അതെ യേശോപ്പ, ഈ ദേവാലയത്തിൽ കർത്താവെ ഞങ്ങൾ കൂടി വന്ന് സന്തോഷത്തോടെ ആരാധിച്ചു കൊണ്ടിരുന്ന സമയങ്ങളിൽ അപ്പോൾ ഞങ്ങൾ ഏറ്റവും നന്നായി ആത്മീയമായി ഞങ്ങൾ മറ്റുള്ളവരോട് ലൈവിലൂടെയും സുവിശേഷം പറയുകയും കർത്താവെ എല്ലാവരും ആത്മീയ സന്തോഷം അനുഭവിച്ചു പോവുകയും ചെയ്തു. കർത്താവെ ഈ അവസരത്തിൽ ഞങ്ങൾ വളരെയേറെ ഹൃദയഭാരത്താലാണ്. എങ്കിലും കർത്താവെ ഇവിടെയും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കിട്ടിയ ഈ അവസരത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഏത് സാഹചര്യത്തിലായാലും ഞങ്ങളങ്ങനെ സ്തുതിക്കുവാൻ, സന്തോഷത്തോടെ സ്തുതിക്കുവാൻ, ആത്മീയമായി സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങൾ തളർന്നു പോകാതെ ദൈവമേ അനുദിനവും വളരുവാൻ കൃപ ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. അപ്പം ഈ പ്രതിസന്ധികൾ മാറിപ്പോകുവാൻ കർത്താവെ ഞങ്ങളുടെ ദക്ഷിണ കേരള മഹായിടവകയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ കർത്താവെ. ഈ പ്രതിസന്ധികളെല്ലാം മാറിപ്പോകണം കർത്താവെ. നല്ല രീതിയിൽ കർത്താവെ ലോകത്തോട് സുവിശേഷം നന്നായി പറയുന്ന കർത്താവെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ജനമായി തീരുവാൻ ഞങ്ങളുടെ ദക്ഷിണ കേരള മഹായിടവകയെ അനുഗ്രഹിക്കണമേ അപ്പം. ഞങ്ങളെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം കർത്താവെ. ആരുടെയും മനസ്സ് വേദനിക്കാതെ ഇതൊരു ആത്മീയ സന്തോഷമായി തീരുവാൻ കർത്താവെ അവിടെ നിന്ന് കൃപ ചെയ്യണമേ അപ്പം. കിട്ടിയ സ്ഥലത്ത് സന്തോഷത്തോടെ ആരാധിക്കുന്നവരായി തീരുവാൻ കർത്താവെ. ഞങ്ങൾക്ക് നശിപ്പിക്കപ്പെട്ട ആലയത്തിൻ്റെ സ്ഥലത്ത് മനോഹരമായ ഒരു ആലയം പണിയുവാൻ കർത്താവെ, നല്ലൊരു നേതൃത്വം ഉണ്ടാകുവാൻ കർത്താവെ കൃപ ചെയ്യണമേ യേശോപ്പ. ഞങ്ങളെ ഈ അവസ്ഥയിലാക്കിയ നേതൃത്വത്തോട് ഞങ്ങൾക്ക് പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല അപ്പം. അവരുടെ മനസ്സലിയുവാൻ, അവർ ക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിക്കുവാൻ യേശോപ്പ, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു മാർഗം സ്വീകരിക്കുവാൻ അവർക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ അവരെ അനുഗ്രഹിക്കണമേ അപ്പം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം പ്രിയ പിതാവേ. വീണ്ടും വേഗം വരുന്ന ഉയർത്തെഴുന്നേറ്റ ആശ്രയനായ യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമം തന്നെ ആമേൻ. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം ചെയ്തു ഞങ്ങളെ നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യം, നമ്മുടെ സഭ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിശ്വാസികൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി ദൈവം അനുവദിച്ച് തന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് സഭ. 4 ചുവരുകൾക്കും അകത്ത് ഒരു കൂരയ്ക്ക് താഴെ മഴ പെയ്താലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, വെയിലടിച്ചാലും ബുദ്ധിമുട്ടുണ്ടാകാതെ സ്വസ്ഥമായിട്ടിരുന്ന് സമാധാനമായിട്ടിരുന്ന് ആരാധിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം, അത് തന്നെയാണ് ഒരു സഭാ മന്ദിരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കതുണ്ടായിരുന്നു. 2ാം തവണയും അത് നമുക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് എന്താണ് നമ്മുടെ ഭാഗത്തുള്ള വീഴ്ചയെന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും നമ്മളൊരു പള്ളിയിൽ വന്നുകൂടി ഇപ്പോൾ ആ ഒരു അവകാശം നമുക്കില്ല. നമ്മൾ തെരുവിലിറങ്ങി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒന്ന് പുറകോട്ട് നോക്കിയാൽ ദക്ഷിണ കേരള മഹായിടവകയിൽ കാൻറ്റൻബറി ആർച്ച് ബിഷപ്പ് തറക്കല്ലിട്ട് ആരാധന ആരംഭിച്ച ഒരു സഭ കത്തീഡ്രൽ ചർച്ച് മാത്രമാണ്. ആ ഒരു മഹാത്മ്യം നമുക്ക് പറയാമെങ്കിലും എവിടെയോ എന്തൊക്കെയോ പിഴച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായിരുന്നാലും ദൈവം നമുക്ക് വേണ്ടി വഴികാട്ടിത്തരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. തുടർന്നുള്ള ദിവസങ്ങളിൽ ബിഷപ്പുമായിട്ട് നമുക്ക് നമ്മുടെ വിഷമതകൾ, പരാതികൾ, പ്രയാസങ്ങൾ പറഞ്ഞ് അപേക്ഷിച്ച് അതിന് ദൈവം നമുക്കൊരു തീർപ്പുണ്ടാക്കി തരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അത്തരത്തിൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടുന്ന സാഹചര്യം, ഒരു ആലയം നമുക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്കായിരിക്കാം. വളരെ ചുരുക്കമായിട്ട് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വേദഭാഗം ഇന്ന് മഹായിടവക തലത്തിൽ എല്ലാ ഭാഗത്തും ആലോചിക്കുന്ന വിഷയം തന്നെയാണ്. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പും സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുമൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ ആത്മീക പിതാക്കന്മാർ ഓരോ സഭകളിലും ഓരോരുത്തരായിരിക്കും, ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് മാറി മാറി വരികയും ചെയ്യും. അപ്പോൾ അവരെല്ലാവരും നമ്മെ പഠിപ്പിച്ച നല്ല വചനങ്ങളിൽ, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നല്ല വചനങ്ങളിൽ നാം ഇന്നും നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. തൊട്ടു പുറകെ വരുന്നത് പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്
ദൈവത്തിൻ്റെ ഭക്തി. നമ്മൾ ദൈവത്തിൻ്റെ ഭക്തി ഉണ്ടാകണം. എന്താണ് ദൈവത്തിൻ്റെ ഭക്തി? ദൈവത്തെ സർവശക്തനായിട്ട് നമ്മൾ വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് തന്നെയാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. ചെറുതോ വലുതോ ആയിട്ട് ഏറ്റക്കുറച്ചിലുകൾ പലർക്കും പല സാഹചര്യത്തിലും ഒക്കെ ഉണ്ടാകാമെങ്കിലും നമ്മളെല്ലാവരും ദൈവഭക്തരാണ്, ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. ആ വിശ്വാസത്തിൽ അടിയുറച്ച് നമുക്ക് വീണ്ടും തുടർന്ന് പോകുന്നതിന് ദൈവം നമ്മെ വഴി നടത്തും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ ജ്ഞാനം, യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഈ ജ്ഞാനം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ഈ ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി ആദിമ പിതാക്കളായ ആദവും ഹവ്വയും ഉൾപ്പെടെ സ്ട്രഗിൾ ചെയ്തു എന്നുള്ളതാണ്. അവർ ജ്ഞാനം ലഭിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ അവർക്ക് ജ്ഞാനം കൊടുത്തത് ഒരു പൈശാചിക ബുദ്ധിയിലൂടെ ആയിരുന്നു. അപ്പോൾ ആ ജ്ഞാനത്തെ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ദൈവം പ്രത്യേകമായിട്ട് പറഞ്ഞു, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്നുള്ള ഫലം നീ കഴിക്കരുത്. അത് കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കൊടുത്ത് കഴിപ്പിക്കുന്നു. അത് തിരിച്ചറിയുന്നതിന് വേണ്ടുന്ന ബോധം അന്ന് ദൈവം സൃഷ്ടിച്ച് അധ്വാനിക്കാതെ തന്നെ ആഹാരം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടി അവസരം കൊടുത്ത മനുഷ്യനെ നഷ്ടപ്പെടുത്തി. ഇന്നും അതുതന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരുപാട് ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, ഒരുപാട് അവകാശങ്ങൾ തന്നിട്ടുണ്ട്, ഒരുപാട് അധികാരങ്ങൾ തന്നിട്ടുണ്ട്. ഈ അധികാരങ്ങളെല്ലാം ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെ വളഞ്ഞ വഴിയിൽ കൂടെ സാത്താൻ ഉപയോഗിച്ചതുപോലെ, സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്നതുപോലെ നമ്മെയും ചുറ്റിപ്പിണഞ്ഞിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതിൽ നിന്ന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഏത് ശരി ഏത് തെറ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. രണ്ടാമതായിട്ട് ഇസ്രായേൽ രാജാക്കന്മാരും ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അനുഗ്രഹങ്ങൾ. അന്ന് യഹൂദ രാജാക്കന്മാരെ വാഴിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അഭിഷേകം കൊടുത്താണ് വാഴിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനയിലൂടെ, ദൈവത്തിൻ്റെ ആശീർവാദത്തോടു കൂടി രാജാക്കന്മാർ രാജഭരണം കൈയാളുകയും രാജഭരണം കൈയാളിയതിന് ശേഷം ദൈവത്തെ മറന്നുകൊണ്ട്, ജനങ്ങളെ മറന്നുകൊണ്ട് അവർക്ക് തന്നിഷ്ടമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യവും വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ട്. അന്നും ഇന്നും അത് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നേടിക്കൊണ്ട് ഒരു സ്ഥാനത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ അത് മറന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ബാധ്യത എല്ലാ ഭരണകർത്താക്കൾക്കും ഉണ്ട്, എല്ലാ ജനങ്ങൾക്കും ഉണ്ട്, എല്ലാ കുടുംബനാഥന്മാർക്കും ഉണ്ട്, എല്ലാ അധ്യാപകർക്കും ഉണ്ട്, എല്ലാ വ്യക്തികൾക്കും ഉണ്ട്, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. കാരണം ഓരോരുത്തരുടെയും കയ്യിൽ ഓരോരോ ഉത്തരവാദിത്വങ്ങൾ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ചോദിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങി രാജ്യത്തെ ഭരിച്ചു. നന്നായിട്ട് ഭരിച്ചവരുണ്ട്, നശിപ്പിച്ച് കളഞ്ഞവരുമുണ്ട്. നമ്മൾ ഏതെല്ലാം തരത്തിൽ അനുഭവത്തിലായിരുന്നാലും ശരി, നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി നന്മ ചെയ്തിട്ടുള്ള ഒരുപാട് പുരോഹിത ശ്രേഷ്ഠന്മാർ നമുക്കറിയാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ എല്ലാവർക്കും വേണ്ടി, ദൈവം തന്നിട്ടുള്ള എല്ലാ നന്മയ്ക്കും വേണ്ടി. അതോടൊപ്പം തന്നെ യോബ് പറയുന്നത് പോലെ തന്നെ അവൻ ഒരുപാട് നന്മകൾ തന്നു, ഒരല്പം തിന്മയും തന്നു, അതുകൂടെ സഹിച്ചുകൂടെ നമ്മളിതാ സഹിക്കുന്നു. നമ്മൾ പെരുവഴിയിൽ മഴ പെയ്താലും വെയിൽ കൊണ്ടാലും നമ്മൾ ആരാധിക്കാൻ വേണ്ടി നമ്മളിവിടെ തുടക്കം കുറിക്കുന്നു എന്ന കാര്യം കൂടെ പ്രത്യേകം ഓർമ്മിക്കുക. 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ശലോമോൻ രാജാവ് ജ്ഞാനിയായി തീർന്നു. ലോകത്തിൽ നിന്നേക്കാൾ പ്രമുഖനായിട്ട് ഇനി ആരും ഉണ്ടാകില്ല എന്ന് ദൈവം തന്നെ കൽപ്പന കൊടുത്ത് പറഞ്ഞ് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവ് ശലോമോൻ രാജാവ്. 1 രാജാക്കന്മാർ 3:9 ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു രാജാവ്. ഗുണവും ദോഷവും തിരിച്ചറിയണം. ഒന്നാമതായിട്ട് ഗുണം തിരിച്ചറിയണം. ഗുണം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ദോഷത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഈ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ഈ രാജ്യത്തെ ഭരിക്കുന്നതിന് വേണ്ടുന്ന കഴിവ് എനിക്ക് തരണം, പ്രാപ്തി തരണം, കാരണം ഞാൻ കഴിവില്ലാത്തവനാണ് എന്ന് ആ ശലോമോൻ രാജാവ് സമ്മതിക്കുകയാണ്. ഇത്രയും വലിയൊരു ജനത്തെ, ഞാൻ ദാവീദിൻ്റെ മകനാണ്, ശരി, സമ്മതിച്ചു, അതുകൊണ്ട് മാത്രമായില്ല ദൈവമേ, എനിക്ക് കഴിവ് തരണം, അങ്ങ് അനുഗ്രഹിക്കണം. ആ രാജാവ് ചോദിച്ചു, എനിക്ക് ബുദ്ധി തരണം, എനിക്ക് ജ്ഞാനം പകർന്നു തരണം. ആ ജ്ഞാനം ചോദിച്ചപ്പോൾ ദൈവം കൊടുത്ത മറുപടി അതിനേക്കാൾ വിശിഷ്ടമാണ്, വിശേഷതയുള്ളതാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, ഈ പറഞ്ഞതെല്ലാം തരുന്നു, പക്ഷേ നീ ദൈവത്തിൻ്റെ അറിവും ജ്ഞാനവും ചോദിച്ചതുകൊണ്ട് അതോടൊപ്പം നിനക്ക് എല്ലാം തന്നിരിക്കുന്നു, സർവ്വ സൗഭാഗ്യങ്ങളും നിനക്ക് തന്നിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് മിനിമമായിട്ടുള്ള ഒരു പ്രാർത്ഥന, നമുക്ക് ആവശ്യമുള്ള ഒരു പ്രാർത്ഥന. നമുക്കിന്ന് നമ്മുടെ പ്രാർത്ഥന, നമുക്കൊരു ദേവാലയം വേണം, നമുക്ക് വലിയ സമ്പത്തുകളൊന്നും വേണ്ട, നമുക്ക് വലിയ ബാങ്ക് ബാലൻസും വേണ്ട, നമുക്കൊരു ദേവാലയം, നമുക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടുന്ന ഒരു ദേവാലയം വേണം. അത് ദൈവം മുമ്പാകെ തെറ്റാണ് എന്ന് നമുക്ക് ആർക്കും തോന്നുന്നില്ല, ദൈവത്തിൻ്റെ മുമ്പാകെ തോന്നുകയില്ല എന്ന് തന്നെയാണ് വിശ്വാസം. കാരണം എല്ലാ മനുഷ്യരും
മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നത്. ദൈവാലയത്തിൽ പോകണം. രാവിലെ എഴുന്നേറ്റ് കൊച്ചു കുട്ടികൾ പോലും പിതാക്കന്മാരെയും മാതാവിനെയൊക്കെ വിളിച്ചുണർത്തിയിട്ട് പള്ളിയിൽ പോകാം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുള്ളതാണ്. അപ്പോൾ ആ കൊച്ചു കുട്ടികൾക്ക് എന്തുകൊണ്ട് ആ ഒരു തൃഷ്ണ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതാണ്. കാരണം പള്ളിയിൽ ചെന്നിട്ട് എന്തോ സന്തോഷം അവർക്ക് ലഭിക്കുന്നു. ആ സന്തോഷം എന്താണെന്ന് പ്രായം കൂടുതലായി വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കും. ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിക്കുന്നു, വിവേകം ലഭിക്കുന്നു, ബുദ്ധി ലഭിക്കുന്നു. അത്തരത്തിൽ ഒരു സമീപനം ഈ കൊച്ചു കുട്ടികൾ കഴിഞ്ഞ് മുതിർന്നവരാകുമ്പോഴേക്കും ആ സമീപനം വളർന്നു വരണം. അവർ ജ്ഞാനമുള്ളവരായിട്ട് തീരണം, അനുഭവമുള്ളവരായിട്ട് തീരണം. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മറ്റു ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, സേവിക്കുന്നതിന് വേണ്ടുന്ന ഒരു അവസരമാണ് കൊടുത്തിരിക്കുന്നത്, നശിപ്പിക്കുന്നതിന് വേണ്ടുന്ന അവസരമല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ അമ്മയുടെ ഗർഭത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമെന്ന് യോഹന്നാൻ സ്നാപകന് വേണ്ടി ഒരു അനുഗ്രഹം കൊടുക്കുന്നു. അമ്മയുടെ ഗർഭത്തിൽ വച്ച് തന്നെ അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ടെങ്കിലും പരിമിതമായ സമയത്ത് കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ഗർഭത്തിൽ വച്ച് തന്നെ അനുഗ്രഹം പ്രാപിക്കപ്പെട്ട ഒരു പൈതൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെയും നമ്മുടെയും ഒക്കെ കുഞ്ഞുങ്ങളും അമ്മയുടെ ഗർഭത്തിൽ വച്ച് തന്നെ അനുഗ്രഹം പ്രാപിച്ചവരാണ്. നമ്മളും അതേ അനുഗ്രഹം പ്രാപിച്ചവരാണ്. ആ അനുഗ്രഹത്തിൻ്റെ പേരിലാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവവചനം കേൾക്കുന്നത്, ദൈവവചനം പറയുന്നത്. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അനുഗ്രഹം പ്രാപിച്ച നമ്മുടെ മക്കൾക്ക് ഒരു ദേവാലയം വേണം. നമ്മുടെ അനന്തര തലമുറകൾക്കൊരു ദേവാലയം വേണം. അത് നമ്മളല്ലേ കൊടുക്കാനുള്ളത്? അതിന് വേണ്ടുന്ന സാഹചര്യം എവിടെ നിന്ന് ലഭിക്കും? ഭരണാധികാരികളല്ലേ നമുക്കുണ്ടാക്കി തരാനുള്ളത്. അതിനുവേണ്ടി അവരോട് നമ്മൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്കൊരു ആലയം വേണം. ദൈവത്തിൻ്റെ തീരുമാനം അത് നടപ്പിൽ വരുത്തണം. വർഷങ്ങൾക്ക് മുമ്പ് ആർച്ച് ബിഷപ്പ്, അതോടൊപ്പം തന്നെ മഹാ ഇടവകയിലുള്ള ബിഷപ്പുമാരും അച്ഛന്മാരും എല്ലാവരും കൂടെ ചേർന്ന് കല്ലിട്ട് വലിയൊരു ഉത്സവമാക്കി തീർത്ത ആ ഒരു സംരംഭത്തെ നിലനിർത്തുന്നതിന് വേണ്ടുന്ന ബാധ്യത ഉണ്ടെന്ന കാര്യം, അത് നിങ്ങളിലും എന്നിലും എല്ലാ പേരിലും നിക്ഷിപ്തമായിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷം സഭകളിലും ഉണ്ടാകണം. ആ സഭകളിൽ തീർച്ചയായിട്ടും അത്തരത്തിലുണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്ന് 30, 100, 60 മേനി വിളയുന്ന പുതിയ തലമുറകളുണ്ടായി സുവിശേഷീകരണത്തിന്, ലോകത്തിൻ്റെ സുവിശേഷീകരണത്തിന് അത് പ്രയോജനപ്പെടുമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. പൈതൽ വളർന്നു. ശൈശവ പ്രായത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വളരെ കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ അറിയില്ല. ആകെ അവർക്കറിയാമെന്നുള്ളത് വല്ലപ്പോഴും കരയും, വല്ലപ്പോഴും മോണ കാട്ടിച്ചിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു. അവരാണ് വളർന്നു വരുന്നത്. ആ വളർച്ച കാണാൻ ഒരു സന്തോഷമാണ്. അവർ ജ്ഞാനം നിറഞ്ഞു. അവർക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അമ്മ എന്ന് വിളിച്ചു, പപ്പ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ അപ്പാന്ന് വിളിച്ചു, ചേച്ചിയെന്ന് വിളിച്ചു, ചേട്ടാന്ന് വിളിച്ചു, ഓരോ തരത്തിലും സംസാരിച്ചു തുടങ്ങി. ഒടുവിൽ പറഞ്ഞു കൊടുത്തു യേശു. ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു യേശുവിൻ്റെ പടം. കൊച്ചുകുട്ടികൾ അവർക്ക് അസുഖം വരുമ്പോൾ യേശുവേ എന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ആ ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഭവനങ്ങളാണ്. ആദ്യത്തെ ദേവാലയം അവിടെ വെച്ചാണ് നമ്മൾ പഠിപ്പിച്ചെടുത്തത്. ആ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ കരുതൽ നമ്മൾ പൈതങ്ങൾക്ക് കൊടുത്തു. അത് മുഖാന്തരം അവർ വളർന്നു വന്നു. അങ്ങനെ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൃപയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അത്തരത്തിൽ അനുഗ്രഹം പ്രാപിച്ചവരാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനും സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാക്കെങ്കിലും ഒരു ദിവസം പ്രാർത്ഥിക്കുന്നതിനും മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുന്നതിനൊക്കെ ഉള്ള എല്ലാ കരുതലും ദൈവം നമുക്ക് തന്നത് ദൈവ സ്നേഹത്തിൽ നിന്നാണ്. അമ്മയെയും അപ്പനെയും മക്കളെയും കഴുത്തറുത്തും കടലിലെറിഞ്ഞും പുഴയിലെറിഞ്ഞും കൊന്നുകളയുന്ന ഈ ലോകത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ നമുക്കൊരു സാഹചര്യം തന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ദൈവകൃപ നമ്മളിൽ വളർന്നത് കൊണ്ടാണ്. ആ കൃപ തുടർന്ന് വളർന്നു വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യത്തിൽ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും. അതെടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ കൃപയോടൊപ്പം തന്നെ മനുഷ്യരുടെ കൃപയും നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതോടൊപ്പം തന്നെ മാനുഷികമായിട്ടുള്ള കൃപയും നമുക്ക് വേണം. അത് ആരിൽ നിന്ന് ലഭിക്കും? ആ മനുഷ്യർക്ക് ആരായിരുന്നാലും ശരി, അവർക്ക് ദൈവത്തിൻ്റെ കൃപ അവരിലോട്ട് പകർന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ നന്മകളും നമ്മൾ തുറന്നു വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആലയമായിട്ട് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ.
എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വചനങ്ങളെ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ാമത്തെ പാട്ടുകൂടെ പാടിയതിനു ശേഷം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. 526 പാട്ട്. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്നു ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വലിയ നന്മ തന്ന ഈ വലിയ സമയത്തിന് വേണ്ടി അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, അടിയങ്ങൾ ബലഹീനരാണ്. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ കൃപയും കൊണ്ട് അടിയങ്ങൾ നിലനിൽക്കുന്നു. ദൈവമേ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്കൊരു സഭാ മന്ദിരം ആവശ്യമാണ്.
ദൈവമേ അതിന് വേണ്ടുന്ന വഴികൾ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഭരണകർത്താക്കളുടെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറവുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ ആലയത്തിൽ വന്ന് ചേരുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന പലരും ഉണ്ടെന്ന് അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. മാനസികമായിട്ടുണ്ടായിട്ടുള്ള വേദനകൾ, വിഷമതകളെല്ലാം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശാലോം പ്രകാശ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായിട്ട് അനുഭവപ്പെടുന്ന പ്രയാസത്തിൽ അങ്ങ് വിടുതൽ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആലയത്തിലുള്ള പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഓരോരോ ജോലികൾ ചെയ്ത് ഉപജീവനം കഴിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവമേ വിശേഷാൽ അടുത്ത ദിവസം സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. പൈതങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട്. ദൈവമേ സന്തോഷത്തോടുകൂടി അവർക്ക് പോകേണ്ടുന്ന അന്തരീക്ഷം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങളോ ആപത്തുകളോ ഒന്നും തന്നെ ഉണ്ടാകാതെ ഈ ഒരു വർഷം മുഴുവനും അങ്ങയുടെ കാര്യങ്ങളാൽ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ലോകം മുഴുവനും അപകടങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിരിക്കുമ്പോൾ ദൈവമേ പൈതങ്ങൾക്ക് യാതൊരു ദോഷവും തട്ടാതെ വണ്ണം അങ്ങയുടെ ദൂതങ്ങൾ കാവൽ ചെയ്യണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുടുംബങ്ങളിലുമുള്ള പൈതങ്ങളെ അനുഗ്രഹിക്കണമേ. സഭയിലുള്ള പൈതങ്ങളെ അനുഗ്രഹിക്കണമേ. ദക്ഷിണ കേരള മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാം അങ്ങയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടി ആയിരിക്കട്ടെ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് ഒത്തുചേരുന്നതിന് ഒരുമിച്ച് ചേരുന്നതിനുള്ള സാഹചര്യം തുറന്ന് ലഭ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിലധികം നന്മകളാൽ നിറയ്ക്കണം പരമപിതാവേ. ആമേൻ. ആശീർവാദം വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ കർത്താവായ ഏകദൈവത്തിന് സർവ്വകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ യഹോവായേ മനസ്സലി ഉടയ മഹോന്നത പരനി വന്ദനം നിനക്കാമേ. മനസ്സലി ഉടയ മഹോന്നത പരനി വന്ദനം നിനക്കാമേ.